ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കിയൂർ ഉത്സവമാണ്, ആറാട്ടാണ്. ഇത് നമ്മളെ വീട്ടിൻ്റെ മുന്നിലത്തെ കാഴ്ചയാണ്. കിയൂർ കവാടത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. റൈറ്റ് ഓപ്പോസിറ്റ് ഉള്ളത് എൻ്റെ വീടാണ്. അപ്പോൾ ഈ ചന്ത കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഗൈസ്. ഉത്സവത്തിന് തന്നെ നമുക്ക് അടുത്തൂടാ, അത്രയ്ക്ക് തിരക്കായിരിക്കും നമുക്ക് ഇവിടെ. ഇത് ഹൽവ പൂരികൾ അങ്ങനത്തെ പറഞ്ഞ ചന്ത എല്ലാവിധത്തിൻ്റെ ചന്തകളുണ്ട്, കാണുന്നുണ്ട്. ഇത് റൈറ്റ് ഓപ്പോസിറ്റ് ഇപ്പോൾ കാണുന്നത് കാഴ്ച കിയൂർ AP സ്കൂളാണ്. പിന്നെ ഇതാണ് നമ്മൾ വയലിൽ, അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാൻ ഭയങ്കര റഷാണ് ഗൈസ്. ഞാൻ എങ്ങനെയോ തിക്കി പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ക്യാമറ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. അതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്താണ്. അങ്ങനെ ഇവിടെ നമ്മൾ വയലിനടുത്ത് എത്തി. അവിടെ കാർണിവൽ നടന്നുകൊണ്ടിരിക്കുക. ആക്ച്വലി കാർണിവൽ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അപ്പം കുട്ടികൾ കണ്ടാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരൂല. അതുകൊണ്ട് കുട്ടികളെ കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്ക് ഈ കാഴ്ച ക്യാപ്ചർ ചെയ്തിട്ടാണ് അവിടത്തേക്ക് പോയത്. കണ്ടില്ലേ, ഇതാണ് നമ്മളെ കിയൂർ ചന്ത, കിയൂർ കാർണിവലാണ്. ഇത് ആക്ച്വലി ഉത്സവം തുടങ്ങാനുള്ള വെടിക്കെട്ട് തുടങ്ങാനുള്ള സമയം ആയിട്ടില്ല. ഇതിൻ്റെ മുമ്പിലത്തെ കാഴ്ചയാണ്. ഇപ്പം തന്നെ ഇത്രക്കാർ ആൾക്കാരുണ്ട്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ എല്ലാവരും ഹായ് പറഞ്ഞിട്ടിരിക്കുക. അതിനിടയ്ക്ക് പിന്നെ ഇനി ഉത്സവം വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് ഉദിച്ചിടുക ഗൈസ്. അങ്ങനെയാണ്. ഇത് നമ്മളെ ഷബ്ന റെസ്റ്റോറൻ്റ് ആണ്, വീട്ടിനകത്തുള്ള ഷബ്ന റെസ്റ്റോറൻറ്റ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഞാൻ പിന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇവിടെ ഷംസുഖാൻ്റെ കാതിൽ എല്ലാ കൊല്ലം ഷംസുഖ വരും. കാതിൽ വിൽക്കണ്ടിട്ടാണ്. വെറൈറ്റി ഓഫ് കാതിൽസ്, ഒരുപാട് കാതിലുകളുണ്ട്. ഇത് അതിൻ്റെ തൊട്ടടുത്താണ് ഷബ്ന റെസ്റ്റോറൻ്റ് ആണ്. ഇത് മിസ്റ്റർ ഖാദർ, പൊറോട്ട സ്പെഷ്യലിസ്റ്റ്. എൻ്റെ അടുത്ത് പറയൂ, നിങ്ങൾ ടീച്ചറായെങ്കിൽ ഞാൻ പൊറോട്ട സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറയും. ചിരിച്ചോണ്ട് ഞാൻ പൊറോട്ട ചുടും കേട്ടോ എപ്പോഴും. ഇത് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണ്. ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലുള്ള ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് മൗണ്ടൻ ബൈക്ക് റൈറ്റ് ഓപ്പോസിറ്റുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ശരിക്കും വെടിക്കെട്ടിനുള്ള സമയം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ കൂടി കൊണ്ടിരിക്കാൻ പോലീസിൻ്റെ എയ്ഡ് അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ തന്നെ സെക്യൂരിറ്റീസ്, ആംബുലൻസും എല്ലാം റെഡിയായിട്ട് നിൽക്കുന്നു. പറഞ്ഞാൽ ആംബുലൻസിൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമുണ്ട്. വെടിക്കെട്ട് തുടങ്ങി ഗൈസ്. കണ്ടില്ലേ ഗൈസ്, ആൾക്കൂട്ടം കണ്ടില്ലേ? ഇത് ശരിക്കും ഇപ്പോൾ വെടിക്കെട്ടിൻ്റെ സമയമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആളാണുള്ളത്. ഫുള്ള് തിരക്ക്. ഈ അമ്പലങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ജാതി മതം ഭേദമില്ലാതെ എല്ലാ ആൾക്കാരും ഈ പൂവടിക്ക്, ഈ ആറാട്ടിന് വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് ഈ കിയൂർ മഹോത്സവമാണ്, കിയൂർ ഉത്സവമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ റിയലി ഐ തിങ്ക് സോ നിയർലി 3 മണി ഉച്ചക്ക് 3 മണി വരെ ഈ ആൾക്കാരെ കൂട്ടം ഇങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും എഴുന്നേൽത്ത് വന്നിപ്പോൾ പൊടി അവിടെ കഴിഞ്ഞിട്ട് വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ എഴുന്നേൽത്ത് വന്ന്. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ കണ്ടിക്കില്ല, കുറച്ച് ദൂരോട്ട് പോകുന്നുണ്ട്. ചെറുങ്ങനെ ഒരു ഫയർ ക്രാക്കേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടില്ല, ആന നിൽക്കുന്നു. ആന അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കവാടത്തിന് മുന്നിൽ. കറക്റ്റായിട്ട് ആ പൊസിഷൻ എപ്പോഴും എല്ലാ കൊല്ലം സെയിം പൊസിഷനിൽ അവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ 5-10 മിനിറ്റ് അവിടുത്തെ ചടങ്ങുണ്ടാവും.
ആനകളെ ഐ മീൻ ഈ സമയത്ത് തന്നെ പ്രത്യേകിച്ച് കൊണ്ടുവരുന്ന അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. ഇതിൻ്റെ ഐ മീൻ ബാക്ക് സൈഡ് ഒരുപാട് ഹാർഡ് വർക്ക്, ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് ഇതിൽ. ഓക്കെ, നിങ്ങൾക്ക് കാണാം, ഈ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇത് ശരിക്കും ഈ ഈ 3 ആനകൾ ശരിക്കും ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് കിയൂർ മെയിൻ ചെട്ടിത്തറ എന്ന് പറഞ്ഞ മെയിൻ കിയൂർ ടൗണിൽ തന്നെ വേറൊരു സ്ഥലമാണ്. അവിടെ അങ്ങനെ തന്നെ ഈ ആനകൾ ചുറ്റും ഐ മീൻ തറേൻ്റെ ചുറ്റും പോയിട്ട് ഇതാക്കിയിട്ട് നമസ്കരിച്ചിട്ടൊക്കെ കുറേ ചടങ്ങുകൾ അവിടെയുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഈ ആൾക്കൂട്ടം 3 മണി ആയാലും പോവില്ല, അത്രയ്ക്ക് തിരക്ക്. വീട്ടിൽ എനിക്ക് തോന്നില്ല പൊളിച്ചൊക്കെ അങ്ങനെ വീട്ടിൽ ആൾക്കാർ എത്താൻ, ചിലപ്പോൾ അവിടെ തന്നെ ഓരോ കടകളിൽ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ശരിക്കും പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരുണ്ട്. കണ്ടില്ലേ കാഴ്ച ഗൈസ്, ഫുൾ റഷ്. ഇത് നമ്മളെ വീട്ടിൻ്റെ മുകളിൽ അടുത്ത കാഴ്ച ക്യാപ്ചർ ചെയ്ത കാഴ്ചയാണ് ഇത്. റൈറ്റ് ഓപ്പോസിറ്റ്, എൻ്റെ വീട്ടിന് റൈറ്റ് ഓപ്പോസിറ്റ് ഉള്ള കാഴ്ചയാണിത്. അപ്പോൾ ശരിക്കും നോക്കിയാൽ വയലിൽ എന്തൊരു തിരക്കായിരിക്കും ചിന്തിച്ച് നോക്കി, ഇവിടെ തന്നെ സ്ഥലം. അപ്പോൾ ഗൈസ്, ഈ കാഴ്ച കാണണമെങ്കിൽ നിങ്ങൾ അടുത്ത കൊല്ലം ഡിസംബർ 15-ാം തീയതി ഇതേ സ്ഥലത്ത് ക്യൂറിൽ വന്നാൽ നിങ്ങൾക്ക് ഈ കാഴ്ച നിങ്ങൾക്ക് കാണാം. കണ്ടിട്ടില്ലെങ്കിൽ വാ, നമ്മളെ ക്യൂറിലേക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലൊരു വിശേഷം ഇതാണ് കിയൂർ മഹോത്സവം. ഡിസംബർ 15-ാം തീയതി എല്ലാ കൊല്ലവും ഉണ്ടാവും. ചിലപ്പോൾ ചില കൊല്ലങ്ങളിൽ ഡിസംബർ 16-ാം തീയതി ഉണ്ടാവും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത കൊല്ലത്തേക്ക് ഈ ഉത്സവം കാണാൻ സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ട് ഈ കാഴ്ച കാണാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നോക്കി ടാറ്റാ, ബൈ, സീ യു.